ഇന്നത്തെ യാത്രയിൽ കാൽവരി മൗണ്ട് എക്കോ ടൂറിസം വ്യൂ പോയിന്റിൽ ആണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇടുക്കിയിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്നും 18 കിലോമീറ്ററും അകലെയുള്ള ഒരു സെന്ററാണ് കാൽവരി മൗണ്ട് എന്ന് പറയുന്ന പ്രദേശം. ഇത് ഒരു വനമേഖലയാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ആൾക്കാർ വരികയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മേഖലയാണിത്. പ്രകൃതി ഭംഗി, നാച്ചുറൽ ബ്യൂട്ടി എന്നാണ് വാസ്തവത്തിൽ ഇതിനെ വിളിക്കേണ്ടതുള്ളത്. അങ്ങ് വടക്ക് ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള മലനിരകളിൽ ഉള്ള വെളുത്തം നീലയുമായിട്ടുള്ള മേഘങ്ങളുടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പശ്ചാത്തലത്തിൽ ഇല്ലികളും മറ്റു വൃക്ഷങ്ങളും അവിടെ ഇടതൂർന്നു നിൽക്കുന്നു. കുറ്റിച്ചെടികൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. അതിന് തൊട്ടപ്പുറത്തെ കുരിശുമല എന്ന് പറയുന്ന ഭാഗമുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഇപ്പോൾ അഞ്ചുരുളി മേഖലയിൽ നിന്നും വന്യമൃഗങ്ങൾ കടന്നു വരികയും അതിന്റെ വിഹാരമാക്കുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ ആൾക്കാരെ കടത്തിവിടുന്നത് ബുദ്ധിമുട്ടാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുടെ മേഖലയിലേക്ക് അതിർത്തി വിട്ട് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ 5000 രൂപയാണ് ഒരു വ്യക്തിക്ക് പിഴയായിട്ട് ഈടാക്കുന്നത്. അതിന്റെ തൊട്ട് പുറകുവശത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇടുക്കി ഡാമിന്റെയും ചെറുതോണി ഡാമിന്റെയും കാച്ച്മെന്റ് ഏരിയ ആയിട്ടുള്ള മേഖലയാണിത്. നീല ജലാശയം ഏതാണ്ട് 95% വെള്ളത്താൽ നിറയപ്പെട്ട് ഒരു സമയത്താണ് ഞങ്ങളിവിടെ വരുന്നത്. അവിടെ നമുക്ക് അതിന്റെ കരകളിലേക്കുള്ള മേലേക്ക് നോക്കിയറിയാം. അവിടെ വെള്ളം കയറാനായിട്ട് ഇനിയും 4-5 അടി മാത്രമേ ഉള്ളൂ. അത്രയും കൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ ഡാം തുറന്നു വിടും. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഡാം തുറന്നു വിടുകയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്ത കാര്യമൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ അഞ്ചുരുളി, കാഞ്ചിയാറ്, കോഴിമല, ഉപ്പുതറ, ഉളുപ്പൂണി, അതുപോലെ തന്നെ ചെറുതോണി തുടങ്ങിയ പശ്ചാത്തലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പുൽമേടുകളാൽ നിറഞ്ഞൊരു പ്രദേശം കൂടിയാണിത്. ഇവിടെ കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇവിടം ഒരു വളരെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുന്നു. സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ടതായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പറയുന്ന കാൽവരി മൗണ്ട് എക്കോ ടൂറിസം വ്യൂ പോയിന്റും അതിന്റെ പശ്ചാത്തലവും.